വർഷം 2010. ഇൻസ്റ്റഗ്രാം റീലുകളോ വാട്സപ്പ് സ്റ്റാറ്റസുകളോ ഇല്ലാതിരുന്ന കാലം. ഓർക്കൂട്ടുണ്ട്, ഫേസ്ബുക്ക് അങ്ങിങ്ങായി ഏതാനും പേർ ഉപയോഗിക്കുന്നുണ്ട്. നോക്കിയ ഫോണുകൾ തന്നെയാണ് അന്നും ട്രെൻഡിങ്. പക്ഷേ ലോകകപ്പ് ആവേശത്തിന് കുറവൊന്നുമില്ലായിരുന്നു. അർജന്റീനയുടെ നീലയും വെള്ളയും കൊടികൾ ഒരു വശത്ത്, ദുങ്കയുടെ കാനറിപ്പടയുടെ മഞ്ഞക്കൊടികൾ മറുവശത്ത്. ഇംഗ്ലണ്ട്, ജർമ്മനി, സ്പെയിൻ, ഹോളണ്ട്, ഫ്രാൻസ് എന്നിവരുടെയെല്ലാം കൊടികളുമുണ്ടായിരുന്നു. ലയണൽ മെസ്സി സൂപ്പർ താര പദവിയിലെത്തിയ ശേഷമുള്ള ആദ്യ ലോകകപ്പായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ അർജന്റീന ഫ്ലക്സുകളിൽ മെസ്സി തന്നെയായിരുന്നു ഹൈലൈറ്റ്. മറുവശത്ത് ബ്രസീൽ ബോർഡുകളിൽ നിറഞ്ഞു നിന്നത് മറ്റൊരാളാണ്, കക്ക. 1000 മെസ്സിക്ക് അരക്കക്ക പോലെയുള്ള വാചകങ്ങൾ കേരളത്തിലെ തെരുവുകളിൽ നിറഞ്ഞ കാലം. ആ ലോകകപ്പിന് മുന്നോടിയായി ഒരു ഗാനം പുറത്തിറക്കി. ലോക സംഗീത ചരിത്രത്തിലെ തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള ഗാനങ്ങളിലൊന്ന്. കൂടുതൽ പരിചയപ്പെടുത്തലുകൾ വേണ്ടതില്ലാത്ത വക്ക വക്ക ദിസ് ടൈം ഫോർ ആഫ്രിക്ക. ഇൻ്റർനെറ്റ് ഇത്രയും സജീവമാകാത്ത കാലമായിട്ട് പോലും ലോകത്താകമാനം അതിവേഗം കാട്ടുതീ പോലെ പടർന്ന ഗാനം. പാട്ടിൻ്റെ പ്രധാന മുഖം കൊളംബിയൻ പോപ്പ് ഗായിക ഷക്കീറ തന്നെയായിരുന്നു. പോപ്പ് സംഗീതത്തിനൊപ്പം പിന്നണിയിലുണ്ടായിരുന്ന ആഫ്രോ കലാകാരന്മാരും വാദ്യോപകരണങ്ങളുമാണ് ഈ പാട്ടിനെ വേറിട്ടതാക്കിയത്. ആഫ്രിക്കയിൽ പണ്ടേ പ്രശസ്തമായ ഒരു പട്ടാളപ്പാട്ടിൽ നിന്നാണ് വക്ക വക്ക എന്ന വരികൾ കടമെടുത്തത്. വക്ക വക്കക്കൊപ്പം ജബുലാനിയും വുവുസേലയുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞൊരു കാലമായിരുന്നു അത്. ആഫ്രിക്കൻ മണ്ണിൽ ജബുലാനി പന്തുരണ്ട നമ്മുടെയൊക്കെ കൗമാരത്തെയും യൗവനത്തെയും മനോഹരമാക്കിയ ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. വലിയ കരഘോഷങ്ങളോടെ കടന്നുപോയ 2006 ലോകകപ്പിൽ നിന്നും 2010 വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു. ഒരു പതിറ്റാണ്ടിലേറെക്കാലം ലോക ഫുട്ബോളിനെ അമ്മാനമാടിയ പല മുഖങ്ങളും കാണാതെയായി. ഫ്രാൻസിൽ സിദാനില്ല, ബ്രസീലിൽ റൊണാൾഡോയും റൊണാൾഡീഞ്ഞയും കാർലോസും അടക്കമുള്ള പരിചിതരൊന്നുമില്ല. പോർച്ചുഗലിൽ ഫിഗോയെയും ഇംഗ്ലണ്ടിൽ ബെക്കാമിനെയും കണ്ടില്ല. ഓരോ ടീമിലും തലമുറ മാറ്റത്തിൻ്റെ സമയം. ഫുട്ബോളിൻ്റെ ഭ്രമണപഥം ലയണൽ മെസ്സിയിലേക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയിലേക്കും വെയിൻ റൂണിയിലേക്കുമെല്ലാം തിരിഞ്ഞു തുടങ്ങിയ കാലം. ആഫ്രിക്ക ആദ്യമായാണ് അന്ന് ലോകകപ്പിന് വേദിയൊരുക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ മാധ്യമങ്ങൾ വംശീയ മുൻവിധിയോടെ ലോകകപ്പിനെ റിപ്പോർട്ട് ചെയ്തു എന്ന വിമർശനമുണ്ട്. സംഘാടനത്തിലെ ചെറിയ പാളിച്ചകൾ പോലും ആഘോഷമാക്കിയെന്നും ദക്ഷിണാഫ്രിക്കയിലെ കുറ്റകൃത്യങ്ങളെ പെരുപ്പിച്ച് കാണിച്ചെന്നുമെല്ലാമുള്ള വിമർശനങ്ങൾ ഉയർന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുക്കം യോഹന്നാസ്ബർഗിലെ സോക്കർ സിറ്റി സ്റ്റേഡിയം ഉദ്ഘാടന മത്സരത്തിനൊരുങ്ങി. മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയുമാണ് ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. സിഫിവെ ഷബലാല എന്ന പേര് അധികമാരും മറക്കാനിടയില്ല. ആ ഇടംകാലൻ്റെ വെടിയുണ്ടക്ക് കമൻറ്റേറ്റർ പീറ്റർ ഡൂറി നൽകിയ ആ വാക്കുകൾ ഇന്നും വൈറലാണ്. ഗോൾ ഫോർ സൗത്ത് ആഫ്രിക്ക, ഗോൾ ഫോർ ഓൾ ആഫ്രിക്ക. വിഖ്യാത കമൻറ്റേറ്ററായ പീറ്റർ ഡൂറി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കമൻറ്ററായി ഓർത്തെടുത്തതും ഇത് തന്നെയാണ്. ആ ലോകകപ്പിനെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരിക 2 കാര്യങ്ങളാണ്. ഒന്ന്, 120 ഡെസിബിൾ വരെ ശബ്ദമുണ്ടാക്കിയ വുവുസേല പീപ്പികൾ. മറ്റൊന്ന്, കാറ്റിനൊപ്പം കറങ്ങിത്തിരിഞ്ഞ ഗോൾ കീപ്പർമാരുടെ പേടി സ്വപ്നമായ അഡിഡാസിൻ്റെ ജബുലാനി പന്ത്. രണ്ടിനെതിരെയും അന്ന് വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു. ടൂർണമെൻറ്റിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഫുട്ബോളിന് നൽകിയത് വമ്പൻ ഷോക്കുകളായിരുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികൾ നമ്മളന്ന് കണ്ടു. ചാമ്പ്യന്മാരെന്ന പകിട്ടിലെത്തിയ ഇറ്റലി ഒരു മത്സരം പോലും ജയിക്കാനാകാതെ ഗ്രൂപ്പ് എഫിൽ അവസാന സ്ഥാനക്കാരായി പുറത്തായി. പരാഗ്വയോടും ന്യൂസിലാൻഡിനോടും സമനിലയിൽ കുരുങ്ങിയ അവർ സ്ലോവാക്യയോട് 3-2 തോറ്റുമടങ്ങി. 2006 റണ്ണേഴ്സപ്പായ ഫ്രാൻസിൻ്റെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. പരസ്പരം പോരടിച്ചും തോറ്റും അവർ ഗ്രൂപ്പിൽ നാണം കെട്ടു. കളിക്കളത്തിലെ മോശം പെർഫോമൻസിനൊപ്പം കളത്തിന് പുറത്തെ ഗ്രൂപ്പിസം കൊണ്ടും ഫ്രാൻസ് വാർത്തകളിൽ നിറഞ്ഞു. അതേസമയം ന്യൂസിലാൻഡ് എന്ന കുഞ്ഞന്മാർ കളിച്ച 3 മത്സരങ്ങളും സമനിലയിലാക്കി. ആ ടൂർണമെൻറ്റിലെ ഒരേ ഒരു അൺബീറ്റൻ ടീം ന്യൂസിലാൻഡ് ആയിരുന്നു എന്ന കൗതുകം. പക്ഷേ അവർക്കും ഗ്രൂപ്പ് ഘട്ടം കടക്കാനായില്ല. ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച് ഈ അട്ടിമറികളെല്ലാം കൃത്യമായി പ്രവചിക്കാനെന്ന് ജർമ്മനിയിലെ അക്വേറിയത്തിൽ ഒരാളുണ്ടായിരുന്നു, പോൾ ദി ഒക്ടോബസ് എന്ന പോൾ നീരാളി. ജർമ്മനിയുടെ മത്സരങ്ങളും സ്പെയിനിൻ്റെ വിജയവുമെല്ലാം കൃത്യമായി പ്രവചിച്ചപ്പോൾ വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചു. മലയാളികൾക്ക് ലോകകപ്പ് എന്നാൽ അർജന്റീന ബ്രസീൽ യുദ്ധം കൂടിയായിരുന്നു. കേരളത്തിലെ കവലകളിൽ കട്ടൗട്ട് വാർ നടന്ന കാലം. ഒരു വശത്ത് സാക്ഷാൽ ഡിയഗോ മറഡോണ പരിശീലകനായി എത്തിയ അർജന്റീന. പക്ഷേ ഒരു കോച്ച് എന്ന നിലയിൽ മറഡോണ അമ്പയെ പരാജയമായിരുന്നു. കളിക്കാരെ കെട്ടിപ്പിടിച്ചും ഉമ്മവെച്ചും ആവേശം നൽകുന്ന ഒരു മോട്ടിവേറ്റർ മാത്രമായിരുന്നു അദ്ദേഹം. ലയണൽ മെസ്സി തൻ്റെ കരിയറിലെ പീക്ക് ഫോമിൽ നിൽക്കുന്ന കാലമായിരുന്നു 2010. എന്നാൽ ബാഴ്സലോണയിൽ പെപ് ഗാർഡിയോള മെസ്സിയെ ഉപയോഗിക്കുന്നത് പോലെ ഒരു ഫ്രീ റോൾ നൽകാൻ മറഡോണക്കായില്ല. മെസ്സിയെ ഒരു പ്ലേ മേക്കർ സ്ഥാനത്ത് നിന്ന് വളരെ പിന്നിലേക്ക് ഇറക്കിയതിനാൽ തന്നെ ടൂർണമെൻറ്റിൽ ഒരു ഗോൾ പോലും നേടാൻ മെസ്സിക്കായില്ല. ഡ്രിബ്ലിങ്ങിലൂടെയും അസിസ്റ്റുകളിലൂടെയും കളം നിറഞ്ഞെങ്കിലും മെസ്സിക്ക് കാര്യമായ റോളുണ്ടായിരുന്നില്ല. മുന്നേറ്റ നിരയിൽ ഹിഗ്വൈനും ടെവസും തകർത്താടി. സൗത്ത് കൊറിയക്കെതിരെ ഹിഗ്വൈൻ ആട്രിക് നേടി. ഗ്രൂപ്പും പ്രീ ക്വാർട്ടറുമെല്ലാം ഈസിയായി കടന്ന അർജന്റീനയ്ക്ക് പക്ഷേ ക്വാർട്ടറിലാണ് ഒരു കടുത്ത എതിരാളിയെ കിട്ടിയത്. മ്യൂളറും ഓസിലും ക്ലോസുമെല്ലാം അണിനിരന്ന ജർമ്മനി. എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ജർമ്മനി അർജന്റീനയെ നാട്ടിലേക്ക് അയച്ചു.
മറുവശത്ത് ബ്രസീലിനും ഓർക്കാൻ ഇഷ്ടമുള്ള ലോകകപ്പായിരുന്നില്ല 2010. പ്രതിരോധത്തിന് ഊന്നൽ നൽകിയുള്ള കടുത്ത കൗണ്ടർ അറ്റാക്കിംഗ് ശൈലിയിലായിരുന്നു ദുങ്ക ടീമിനെ വാർത്തെടുത്തത്. ബാഴ്സ വിട്ട് AC മിലാനിലേക്ക് പോയ റൊണാൾഡീഞ്ഞോയെ ഒന്ന് ദുങ്ക പുറത്തിരുത്തി. അന്ന് സാന്റോസിൽ വരവറിച്ചു തുടങ്ങിയ നെയ്മറിനും ടീമിൽ ഇടം കൊടുത്തില്ല. കക്കയെ ചുറ്റിപ്പറ്റിയായിരുന്നു ബ്രസീൽ ടീമിനെ മെനഞ്ഞെടുത്തത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ബ്രസീൽ ആധികാരികമായിരുന്നില്ല. ദുർബലരായ ഉത്തര കൊറിയക്കെതിരെ പോലും ബ്രസീൽ വിറച്ചു. ആ മത്സരത്തിൽ മൈക്കോൺ നേടിയ ഒരു 0 ആംഗിൾ വണ്ടർ ഗോൾ പലർക്കും ഓർമ്മയുണ്ടാകും. ബ്രസീലും പോർച്ചുഗലും അന്ന് ഒരേ ഗ്രൂപ്പിലാണ് പന്ത് തട്ടിയത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആ മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. പ്രീ ക്വാർട്ടറിൽ ചിലിയെ തകർത്ത ബ്രസീലിന് ക്വാർട്ടറിൽ എതിരിടേണ്ടി വന്നത് കരുത്തരായ നെതർലൻഡ്സിനെ. മത്സരത്തിൽ ആദ്യം ഗോൾ നേടിയിട്ടും 1-നെതിരെ 2 ഗോളുകൾക്ക് ബ്രസീൽ തോറ്റു. വെസ്ലി സ്നൈഡറായിരുന്നു ഡച്ച് പടയെ മുന്നിൽ നിന്നും നയിച്ചത്. മത്സരത്തിൽ ആര്യൻ റോബനെ ചവിട്ടി ഫിലിപ്പെ മെലോ ചുവപ്പുകാർഡും വാങ്ങി പുറത്തേക്ക് നടന്നു. ക്രിസ്ത്യാനോ തിളക്കത്തിൽ വന്ന പോർച്ചുഗലിൻ്റെ കുതിപ്പാകട്ടെ പ്രീ ക്വാർട്ടറിൽ സ്പെയിനിന് മുന്നിൽ തീർന്നുപോയി. വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത ലോകകപ്പായിരുന്നു അത്. പ്രീ ക്വാർട്ടറിലെ ഇംഗ്ലണ്ട് ജർമ്മനി പോരാട്ടം ഇന്നും ചർച്ചാ വിഷയമാണ്. യൂറോപ്പിലെ 2 തുല്യശക്തികൾ കൊണ്ടും കൊടുത്തും മത്സരം മുന്നേറുകയാണ്. മത്സരത്തിൽ ജർമ്മനി 2-1 മുന്നിൽ. മത്സരത്തിൻ്റെ 38-ാം മിനിറ്റ് ഇംഗ്ലണ്ട് തിരിച്ചു വരാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അതിനിടയിലാണ് ഫ്രാങ്ക് ലാംപാർഡ് ഒരു ലോങ് റേഞ്ചർ പൊട്ടിക്കുന്നത്. ജർമ്മൻ കീപ്പർ മാനുവൽ നോയറെയും മറികടന്നു പോയ പന്ത് ക്രോസ് ബാറിലിടിച്ച് ഗോൾ ലൈനിനെ 2-3 അടി ഉള്ളിൽ വീണ് തിരിച്ചു പോന്നു. മാനുവൽ നോയർ ഒന്നും അറിയാത്തതുപോലെ പന്തെടുത്തു നിന്നു. ഇംഗ്ലീഷ് താരങ്ങൾ ഗോളാണെന്ന് വാദിച്ചു നോക്കിയെങ്കിലും റഫറിയും ലൈൻസ്മാനും അനുവദിച്ചില്ല. പക്ഷേ TV റിപ്ലേകളിൽ അത് ഗോളെന്ന് വ്യക്തം. പിന്നാലെ 2 ഗോളുകൾ കൂടി അടിച്ച് ജർമ്മനി 4-1 മത്സരം സീൽ ചെയ്തെങ്കിലും വിവാദങ്ങൾ കത്തിപ്പടർന്നു. ഗോൾ ലൈൻ ടെക്നോളജി എന്ന പുതിയ നിയമം കൂടി അവിടെ പിറവിയെടുക്കുകയായിരുന്നു. ടൂർണമെൻറ്റിലെ മറ്റൊരു നാടകീയ മത്സരം കണ്ടത് ക്വാർട്ടർ ഫൈനലിലാണ്. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാടകീയമായ മത്സരങ്ങളിലൊന്ന്. ഏറ്റുമുട്ടുന്നത് ഘാനയും ഉറുഗ്വേയും. ഒരു ആഫ്രിക്കൻ രാജ്യം അന്നേ വരെ ഒരു ലോകകപ്പ് സെമിയിൽ എത്തിയിട്ടില്ല. ആഫ്രിക്കൻ മണ്ണിൽ നടക്കുന്ന ലോകകപ്പായതിനാൽ തന്നെ ഒരു വൻകരയൊന്നാകെ ഘാനക്കൊപ്പമുണ്ട്. പുതുചരിത്രം കുറിക്കാൻ ഘാനയ്ക്ക് ഒരൊറ്റ ഗോൾ മതി. മത്സരം എക്സ്ട്രാ ടൈമിൻ്റെ അവസാന മിനിറ്റിൽ ഘാനയുടെ ഡൊമിനിക് അഡിയാനയുടെ ഹെഡർ ഉറുഗ്വയിലേക്ക്. സ്റ്റേഡിയം ഒന്നാകെ ഗോൾ എന്ന് നിലവിളിച്ച നിമിഷം. എന്നാൽ അവിടേക്കൊരു എൻഡ് സംഭവിക്കുകയാണ്. ഗോൾ ലൈനിൽ കാവൽ നിന്ന ലൂയിസ് സുവാരസ് ഒരു വോളിബോൾ കളിക്കാരനെ പോലെ 2 കൈകളും കൊണ്ട് ആ പന്ത് തട്ടിയകറ്റി. സുവാരസിനെ ഉടനടി ചുവപ്പ് കാർഡ്. ഘാനയ്ക്ക് പെനൽറ്റി. ഘാനയുടെ ഹീറോ അസമോവ ഗ്യാൻ പെനൽറ്റി എടുക്കാൻ വന്നു നിന്നു. ഗോളായാൽ സെമി ഉറപ്പിക്കാം. പക്ഷേ ആ ഷോട്ട് ക്രോസ് ബാറിലിടിച്ച് പുറത്തേക്ക്. ടണലിൽ ഇത് കണ്ട് ആഹ്ലാദത്താൽ തുള്ളിച്ചാടുന്ന സുവാരസിൻ്റെ മുഖം ഇന്നും ഘാനക്കാരുടെ നെഞ്ചിൽ മുറിവാണ്. ഒടുവിൽ പെനൽറ്റി ഷൂട്ടൗട്ടിൽ ഉറുഗ്വ ജയിച്ചു കയറിയപ്പോൾ ഒരു ഭൂഖണ്ഡത്തിൻ്റെ സ്വപ്നങ്ങൾ ഒന്നാകെ പൊലിഞ്ഞുപോയി. സുവാരസ് വില്ലനായി നിന്നപ്പോൾ ഫുട്ബോൾ ലോകത്തിനന്ന് മറ്റൊരു ഉറുഗ്വക്കാരൻ ഹീറോയെ കിട്ടി. ജബുലാനിയമൊരുക്കാൻ ലോകത്തെ വൻകിട താരങ്ങൾ പാടുപെട്ടപ്പോൾ മറ്റൊരു മാന്ത്രികൻ അവിടെ ഉദിച്ചുയർന്നു. യെസ്, ഡിയാഗോ ഫോർലാൻ, ഉറുഗ്വയുടെ സ്വർണ്ണത്തലമുടികാരൻ. ജബുലാനിയെ വളച്ചും തിരിച്ചും ഫോർലാൻ ഇടിമിന്നലുകൾ പായിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ മോശം കാലത്തിൻ്റെ പേരിൽ പരിഹസിച്ചവർക്ക് മുന്നിൽ ഫോർലാൻ വിസ്മയമായി. ആ ലോങ് റേഞ്ചറുകളുടെയും ഫ്രീ കിക്കുകളുടെയും ബലത്തിലാണ് ഉറുഗ്വ സെമി ഉറപ്പിച്ചത്. ടൂർണമെൻറ്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോളും 5 ഗോളുകളോടെ ടോപ്പ് സ്കോറർ പദവിയും ഫോർലാൻ സ്വന്തമാക്കി. സെമിയിലെത്തിയ ഉറുഗ്വയ്ക്ക് അവിടെ കോർക്കേണ്ടി വന്നത് ഡച്ച് പടയോടാണ്. ആ മത്സരത്തിൽ ഡച്ച് ക്യാപ്റ്റൻ ജിയോവാനി വാൻ ബോങ്കോസ്റ്റ് 35 യാർഡുകൾക്കകലിൽ നിന്ന് ഇടതുകാൽ കൊണ്ട് തൊടുത്ത ഷോട്ടിനെ എങ്ങനെ മറക്കാൻ. മത്സരത്തിൽ 3-2 ജയിച്ച് ഹോളണ്ട് ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു. ഒടുവിൽ ജൂലൈ 11 സോക്കർ സിറ്റിയിൽ 84,490 ആരാധകർക്ക് മുന്നിൽ ഫൈനൽ പോരാട്ടമൊരുങ്ങി. യോഹാൻ ക്രൈഫിൻ്റെ 2 ഫുട്ബോൾ മക്കൾ നേർക്കുനേർ. ഒരു വശത്ത് മനോഹരമായ ടിക്കി ടാക്ക ഫുട്ബോളിലൂടെ ലോകം ഭരിക്കാൻ വന്ന സ്പെയിൻ, മറുവശത്ത് ക്രൈഫിൻ്റെ പാരമ്പര്യം മറന്ന് സുന്ദരമായ കളിയെ തല്ലിക്കെടുത്താൻ ഉറച്ചിറങ്ങിയ ബെർട്ട് വാൻ മെർക്കിൻ്റെ നെതർലാൻഡ്സ്. ഹോളണ്ട് എന്ന് കളിച്ചത് കളി ജയിക്കാനല്ല, സ്പെയിനിൻ്റെ ടിക്കി ടാക്കയെ വെട്ടിമുറിക്കാനായിരുന്നു. ഹോവാർഡ് വെബ് എന്ന റഫറിക്ക് 14 മഞ്ഞക്കാർഡുകളും ഒരു ചുവപ്പ് കാർഡും പുറത്തെടുക്കേണ്ടി വന്ന ക്രൂരമായ മത്സരം. ഡച്ച് താരം ഡിജോങ് സ്പാനിഷ് താരം സാബി അലോൺസോയുടെ നെഞ്ചിലേക്ക് ബൂട്ടിട്ട് ചവിട്ടുന്ന ചിത്രം ഫുട്ബോൾ ലോകത്തെ നാണിപ്പിച്ചു. യോഹാൻ ക്രൈഫ് പോലും ഇതിനെ വിശേഷിപ്പിച്ചത് ഒരു വൃത്തികെട്ട അശ്ലീലമായ ആൻറ്റി ഫുട്ബോൾ എന്നാണ്. പക്ഷേ മത്സരത്തിൽ ഓറഞ്ച് പടക്ക് കാത്തിരിപ്പുകൾ അവസാനിപ്പിക്കാൻ പോന്ന നിമിഷങ്ങളുണ്ടായിരുന്നു. മത്സരത്തിൻ്റെ 62-ാം മിനിറ്റിൽ സ്നൈഡറുടെ മാന്ത്രിക പാസിൽ ആര്യൻ റോബന് ഒന്നാന്തരമൊരു അവസരം കിട്ടി. സ്പാനിഷ് കീപ്പർ ഇഖയാർ കസിയാസ് മാത്രം മുന്നിലുണ്ട്. പക്ഷേ ഗോളെന്നുറച്ച ആ ഷോട്ട് കസിയസിനെ നീട്ടിപ്പിടിച്ച കാൽവിരലുകളിൽ തട്ടിത്തെറിച്ചു. ഒടുവിൽ 109-ാം മിനിറ്റിൽ ജോൺ ഹൈറ്റിയെ ചുവപ്പുകാർഡ് കണ്ട് പുറത്തുപോയതോടെ ഹോളണ്ട് പൂർണ്ണമായും പ്രതിരോധത്തിലായി. ഒടുവിൽ കാത്തിരിപ്പിന് അറുതിയായി. 116-ാം മിനിറ്റിൽ ആന്ദ്രേ ഇനീസ്റ്റയിലൂടെ സ്പാനിഷ് വസന്തം പൂത്തുലഞ്ഞു. ഓഫ് കോഴ്സ് സ്പെയിൻ ആ ലോകകപ്പിലെ ഫേവറേറ്റുകളായിരുന്നു. വിൻസെൻ്റ് ഡെൽ ബോസ്കോയുടെ സ്പെയിൻ,
ടിക്കി ടാക്കയിലൂടെ ഫുട്ബോൾ ലോകത്ത് അവർ ഒരു പുതിയ സുവിശേഷം രചിക്കുകയായിരുന്നു. പന്ത് വായുവിൽ ഉയർത്താതെ ഒരു നൂലിൽ കോർത്ത മുത്തുകൾ പോലെ കാലിൽ നിന്ന് കാലുകളിലേക്ക് ചെറിയ പാസുകളിലൂടെ കവിതയാകുന്ന ശൈലി. ഷാവി ഹെർണാണ്ടസും ആന്ദ്രേ ഇനിയസ്റ്റയും സെർജിയോ ബുസ്കറ്റ്സും ചേർന്ന് മധ്യനിരയിൽ തീർത്ത പാസിംഗ് കോട്ടയിൽ എതിരാളികൾ പന്ത് കാണാതെ വട്ടം കറങ്ങി. ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിനോട് തോറ്റു തുടങ്ങിയ അവർ പിന്നീട് ആഫ്രിക്കൻ ഗ്രൗണ്ടുകളെ നന്നായി മനസ്സിലാക്കി. ഓർക്കാൻ ഒരുപാടുണ്ടെങ്കിലും 2010 ലോകകപ്പ് നെഗറ്റീവ് ഫുട്ബോളിൻ്റെ കൂടി ഉത്സവമായിരുന്നു. സുന്ദര ഫുട്ബോളിന് പേരുകേട്ട ബ്രസീലും നെതർലൻഡ്സുമെല്ലാം അമ്പയെ നിരാശപ്പെടുത്തി. ചാമ്പ്യന്മാരായ സ്പെയിനാകട്ടെ ടൂർണമെൻറ്റിൽ ആകെ നേടിയത് 8 ഗോളുകൾ മാത്രം.